വെറുതെ കോൺഗ്രസിനെയും ആർ എസിനെയും ചീത്ത പറഞ്ഞാലൊന്നും കമ്മ്യൂണിസ്റ്റ് ആവില്ല കേട്ടോ. നല്ല ഗ്രഹപാഠം പഠിക്കണം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും എല്ലാം. സാമൂഹിക ജീവിതത്തെ ഫലപ്രദമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും നല്ല രീതിയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നില വേണം. അല്ലെങ്കിൽ ഈ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും എല്ലാം കൂടി നമ്മുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് എന്തോ ആക്കും. അതിനെ അതിജീവിക്കാനുള്ള കേരളത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഈ പഠനം തന്നെയാണ്. ഈ പഠനത്തിലൂടെയാണ് നമ്മളിതിനെ അഭിമുഖീകരിക്കുന്നത്. കേരളം കേരളമായിട്ട് നിൽക്കുന്നത് ആ ശേഷി കൊണ്ടാണ്. വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള നമ്മുടെ ശേഷി കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലുണ്ടാവില്ല. കാരണം ലോകത്ത് കേരളത്തിലുള്ളതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് ഈ മാധ്യമ ശൃംഖലയാകെ ഒരേപോലെ ഊന്നി പ്രവർത്തിക്കുന്ന മറ്റൊരു നാട് ഈ ഭൂമുഖത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്തില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ഈ മാധ്യമ ശൃംഖലകളാകെ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾക്കുമെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചാരവേല ഇത്ര ശക്തമത്തായ രീതിയിൽ ബൂർഷ്വാ ഐഡിയോളജി, ബൂർഷ്വാ ആശയതലം കൈകാര്യം ചെയ്യുന്ന ഒരു തലം ലോകത്ത് കേരളത്തെ പോലെ വേറെ എവിടെയില്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ മനോരമയോടും മാതൃഭൂമിയോടും ഏഷ്യാനെറ്റിനോടും, ഞാനത് മൂന്നും പ്രധാനമായിട്ട് പറയുന്നത് 3 കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ടാണ്. അതിനെ അതിജീവിച്ച് വേണം നമുക്ക് കമ്മ്യൂണിസ്റ്റായിട്ട് ഇടതുപക്ഷമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റായിട്ടും ഒക്കെ തുടരാൻ. നമ്മളോടുള്ള വിരോധം വേറെ വ്യക്തിപരമായ വിരോധമാണെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കനുകൂലു സിദ്ധാന്തത്തെ അനുസരിച്ച് ഓരോരുത്തരെയും വ്യക്തിഹത്യ നടത്തണം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ ഉൾപ്പെടെ അവരെ തീരുമാനമാണത്. അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും സജീവമായിട്ട് മുന്നോട്ടേക്ക് വന്ന മുന്നണി വിഭാഗങ്ങളെ മുഴുവൻ ദുർബലപ്പെടുത്തണം. അതിലൊന്നാണ് വിദ്യാഭ്യാസം, മറ്റൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ സംരക്ഷണം. ഇതെല്ലാം ഇഴത്തി കാണിച്ച് ഇതൊന്നും ഒരു കാര്യമല്ല എന്ന രീതിയിൽ അവതരിപ്പിക്കണം. അതിദാരിദ്ര്യമുക്തം എന്ന് പറയുമ്പോഴും അവിടെ ഒരാൾ ഇവിടെ ഉണ്ട്, അവർക്ക് വീടില്ല, ഇവർക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനോരമയും മാതൃഭൂമിയും. ദാരിദ്ര്യമുണ്ട് എന്നാണ്. ദാരിദ്ര്യമൊക്കെ ഉണ്ട്, ഇപ്പോഴും ദാരിദ്ര്യം അവസാനിച്ചിട്ടൊന്നുമില്ല. അതിദാരിദ്ര്യം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇനി 5 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടുത്ത 5 കൊല്ലം കൂടി മുമ്പോട്ടേക്ക് പോയാൽ നമുക്ക് കേവല ദാരിദ്ര്യം അവസാനിപ്പിക്കാനാവും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം മറന്നുപോയില്ലല്ലോ. എന്താ മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി എന്നാൽ എന്താണ്? നിങ്ങളാരും പറയാതുകൊണ്ട് ഞാൻ തന്നെ പറയാം. വളരെ ലളിതമാണ്. പറയുന്നത് കേട്ടാൽ വിചാരിക്കുമോ ഇതാണോ ഇത്ര വലിയ കാര്യം? അത് ഇത്രയേ ഉള്ളൂ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ഇതാണ് മുതലാളിത്തം. അതിനൊരു മറുഭാഗമുണ്ട്, പറഞ്ഞാട്ടെ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മറുഭാഗവും കൂടി ചേർന്നാൽ മുതലാളിത്ത പ്രതിസന്ധിയായി. മറുഭാഗം പറ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക എന്നുള്ളതിന് പകരം മറുഭാഗത്ത് പറ, ശരിക്കും ഒച്ചത് പറ. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാ പ്രതിസന്ധി.